പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിന് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ എക്സാം ജൂലൈ 19-നും ജൂലൈ 26-നുമാണ് PSC നടത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഗ്രാമർ, വൊക്കാബുലറി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റ്. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ചില ബേസിക് റൂൾസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കും. She said to me, "Do you enjoy traveling?" അവൾ എന്നോട് പറഞ്ഞു, "Do you enjoy traveling?" നീ ട്രാവലിംഗ് എൻജോയ് ചെയ്യുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ള വെർബ് ഏത് ടെൻസിലാണ് എന്ന് നോക്കണം. ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള വെർബ് അവിടെ നിൽക്കട്ടെ, പുറത്തുള്ള വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഷീ സെഡ് ടു മീ എന്നാണ് പറയുന്നത്. സെഡ് അത് ഏത് ടെൻസിലാണ്? അത് പാസ്റ്റ് ടെൻസിലാണ്. ഇങ്ങനെ പുറത്തു വരുന്ന ഈ വെർബിനാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് പിന്നെ നമ്മൾ ആ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള വെർബ് ഉണ്ടല്ലോ, അതിനെയെല്ലാം അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതായത് ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് തന്നിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സിമ്പിൾ പാസ്റ്റ് ആക്കണം. ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണം. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കും. ഇനി ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് റൂള്. ഇങ്ങനെ ടെൻസ് മാറ്റണോ മാറ്റണ്ടയോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് ഈ ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ള വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ ടെൻസ് മാറ്റുള്ളൂ. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള ടെൻസിനെ മാറ്റില്ല. ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് വന്നിട്ടുള്ള ടെൻസ് ഏതോ അത് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലും ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. സെഡ് എന്നത് സേ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇങ്ങനെ പാസ്റ്റ് ടെൻസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് വരുന്ന വെർബിനെ അതിന്റെ പാസ്റ്റിലേക്ക് മാറ്റും. ഡു യു എൻജോയ് ട്രാവലിംഗ് അത് ഏത് ടെൻസിലാണ്? ഡു എന്നത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ്. ഡൂവും ഡസും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. അപ്പോൾ ഡൂവും ഡസും കാണുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയണം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെന്ന്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ പിന്നെ ഡു, ഡസ്, ഡിഡ് ഒന്നും ഉപയോഗിക്കില്ല. ഷീ സെഡ് ടു മീ ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡു യു എൻജോയ് ട്രാവലിംഗ് എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് സെഡ്, ടോൾഡ് അതൊന്നുമല്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആസ്ക്ഡ് ആണ്. ചോദിച്ചു, ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വെർബാണ് ആസ്ക്ഡ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട റിപ്പോർട്ടിംഗ് വെർബ് സെഡ് അല്ല, ടോൾഡ് അല്ല, ആസ്ക്ഡ് ആണ്. ഷീ ആസ്ക്ഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഡു യു എൻജോയ് ട്രാവലിംഗ് എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. നീ ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉത്തരം ഒന്നുകിൽ ഉണ്ട് എന്നായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്നായിരിക്കും. ഇത്തരം ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ കൂടി അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. ദാറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈഫ് അല്ലെങ്കിൽ വെദർ ഈ കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻസിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കൺജങ്ഷൻസ് വേണം ഉപയോഗിക്കാൻ. സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഈഫ് ഉണ്ടോ വെദർ ഉണ്ടോ അത് ശ്രദ്ധിക്കണം. പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അത് നോക്കണം. ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനിൽ ആസ്ക്ഡ് ഉണ്ട്, ഈഫ് ഉണ്ട്. തേർഡ് ഓപ്ഷനിലും ഉണ്ട് ആസ്ക്ഡും ഈഫും. സെക്കൻഡ് ഓപ്ഷൻ സെഡ് ആണ്, അത് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർത്ത് ഓപ്ഷൻ അതിൽ ടോൾഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചോദിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ ടോൾഡ് ഉപയോഗിക്കില്ല. ചോദിച്ചു എന്നതിന് ആസ്ക്ഡ് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെയും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഡു യു എൻജോയ് ട്രാവലിംഗ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. പക്ഷെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഡിഡ് യു എൻജോയ് ട്രാവലിംഗ് അതാണ് ഈ ക്വസ്റ്റിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡു, ഡസ്, ഡിഡ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ അതിന് സാധാരണ വേർഡ് ഓർഡർ ആയിരിക്കും. അതായത് സബ്ജക്റ്റ് ആണ് ആദ്യം വരിക, പിന്നെയാണ് വെർബ് വരിക. അപ്പോൾ ഇതിനെ
യു എൻജോയ് ട്രാവലിംഗ് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം എന്താണ്? യു എൻജോയ്ഡ് ട്രാവലിംഗ് ആണ്. എൻജോയ് എന്ന വെർബിന്റെ വീട്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എൻജോയ്ഡ്. നമുക്ക് പ്രൊനൗൺസിലും ചേഞ്ച് വരുത്തണം. അവൾ എന്നോടല്ലേ ചോദിച്ചത്? ഷീ സെഡ് ടു മീ. അവൾ എന്നോട് ചോദിച്ചു. ഞാൻ യാത്രകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ കിട്ടാം. അപ്പോൾ പ്രൊനൗൺസ് എന്നെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺസ് വേണം പിന്നെ നമ്മളവിടെ ഉപയോഗിക്കാൻ. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ എൻജോയ്ഡ് ട്രാവലിംഗ്. എൻജോയ് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് എൻജോയ്ഡ്. നമുക്കിവിടെ വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ എൻജോയ്ഡ് ട്രാവലിംഗ്. ആസ്ക്ഡിന് ശേഷം പിന്നെ അവിടെ ടു എന്ന പ്രപ്പോസിഷൻ ഇല്ല. ടോൾഡിന് ശേഷവും നമ്മൾ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ സെഡിന് ശേഷം നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും അതിൻ്റെ ഒബ്ജക്റ്റിന് മുന്നിൽ. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ എൻജോയ്ഡ് ട്രാവലിംഗ്. ഞാൻ യാത്രകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ എൻജോയ് ട്രാവലിംഗ്. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അത് പാസ്റ്റ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് വരുന്ന ടെൻസിനെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഒരു സ്റ്റെപ്പ് പാസ്റ്റിലേക്ക് മാറ്റണം. അതായത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവും, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റിലോ സിമ്പിൾ ഫ്യൂച്ചറിലോ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടെൻസ് മാറ്റില്ല. ആ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള ടെൻസ് ഏതോ അത് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിക്കണം. ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബാണ് ആസ്ക്ഡ്. പറഞ്ഞു എന്ന അർത്ഥത്തിലാണ് നമ്മൾ സെഡ് ഉപയോഗിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിൽ, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പിന്നെ നമ്മൾ ഡു ഡസ് ഡിഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ്റെ വേർഡ് ഓർഡർ സബ്ജക്റ്റിന് ശേഷം വെർബ്, അങ്ങനെയാണ്. ഒരു സാധാരണ ക്വസ്റ്റ്യൻ്റെ വേർഡ് ഓർഡർ എന്താണ്? ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്, അങ്ങനെയല്ലേ. പക്ഷെ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. അതിൽ സബ്ജക്റ്റാണ് ആദ്യം വരിക, പിന്നെ അതിനുശേഷം വെർബ്. ഡു ഡസ് ഡിഡ് അതൊന്നുമില്ല. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ ഡിഡ് എൻജോയ് എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ എൻജോയ്ഡ് ട്രാവലിംഗ്. ഡു ഡസ് ഡിഡ് ഒന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ കറക്റ്റ് തേർഡ് ഓപ്ഷനാണ്, സി ആണ് കറക്റ്റ്. എൻജോയ് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് എൻജോയ്ഡ്. ഡു യു എൻജോയ് ട്രാവലിംഗ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ഡിഡ് യു എൻജോയ് ട്രാവലിംഗ് ആണ്. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡു ഡസ് ഡിഡ് ഒന്നും ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ എൻജോയ്ഡ് ട്രാവലിംഗ്. ഞാൻ യാത്രകൾ ആസ്വദിച്ചു. എ പേഴ്സൺ ഓതറൈസ്ഡ് ടു റെപ്രസെന്റ് അതേഴ്സ്. നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മീറ്റിങ്ങിന്, ഒരു കോൺഫറൻസിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പരിപാടിക്ക് നമ്മളെ റെപ്രസെന്റ് ചെയ്ത്, അതായത് നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ അയക്കുന്ന ഒരാളെ സൂചിപ്പിക്കുന്ന വാക്ക് അതേതാണ് എന്നാണ് പറയേണ്ടത്. ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റേറ്റീവ് എന്ന് തന്നെയാണ് അർത്ഥം. ഡിഗ്നിറ്ററി എന്ന് പറയുമ്പോൾ വിശിഷ്ടരായ ഒരു വ്യക്തി. ഓംബുഡ്സ്മാൻ. വ്യക്തികൾക്കും ഒരു സ്ഥാപനത്തിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ബോഡി അതിനെല്ലാം ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഓംബുഡ്സ്മാൻ. മിനിസ്റ്റർ, അത് നമുക്കറിയാം, ഒരു ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് മിനിസ്റ്റർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ മിനിസ്റ്റർ അല്ല, ഡെലിഗേറ്റ് ആണ്. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് പകരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മൾ അയക്കുന്ന വ്യക്തിയാണ് ഡെലിഗേറ്റ്, പ്രതിനിധി. അതാണ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്. ദ പ്ലൂറൽ ഓഫ് പാസർ ബൈ ഈസ്. പാസർ ബൈയുടെ പ്ലൂറൽ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിന്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഈ കോമ്പൗണ്ട് വേർഡിലെ ആദ്യത്തെ വാക്ക് ഒരു നൗൺ ആണ്, പിന്നെ വന്നിട്ടുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ് ഇവിടെ. അല്ലെങ്കിൽ പലപ്പോഴും അതിലുണ്ടാവുക ഒരു അഡ്ജക്റ്റീവോ ഒരു അഡ്വർബോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ പ്ലൂറൽ ഫോംസ് ഉള്ളത് നൗൺസിനാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ എസ് ആഡ് ചെയ്യേണ്ടത്, പ്ലൂറൽ ആക്കേണ്ടത് അതിലെ ആ നൗൺ പാർട്ടിനെ മാത്രമാണ്. അപ്പൊ ഇവിടുത്തെ പാസർ എന്നതിന്റെ പ്ലൂറൽ ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, പാസേഴ്സ്. ബൈ എന്നതിനെ നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്, പാസേഴ്സ് ബൈ. പാസർ ബൈസ് അല്ല, പാസേഴ്സ് ബൈസും അല്ല, പാസർ ബൈയും അല്ല. ഇങ്ങനെ ഒരു വേർഡ് കിട്ടുന്ന സമയത്ത് അതിലെ ആ നൗണിനോട് കൂടിയാണ് എസ് ആഡ് ചെയ്യേണ്ടത്. മറ്റു ഭാഗങ്ങളെ അങ്ങനെ തന്നെ വിടുക. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില പ്ലൂറൽ ഫോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റോർണി ജനറൽ. അറ്റോർണി എന്ന് പറയുമ്പോൾ എന്താ? ലോയർ, അഡ്വക്കേറ്റ്, ഇതെല്ലാമാണ് അതിനർത്ഥം. ആ അറ്റോർണിയുടെ കൂടെയാണ് നമ്മൾ എസ് ആഡ് ചെയ്തത്, അറ്റോർണീസ് ജനറൽ. ബാറ്റിൽ റോയൽ. റോയൽ അഡ്ജക്റ്റീവ് ആണ്, ബാറ്റിലാണ് നൗൺ. ആ ബാറ്റിലിന്റെ കൂടെയാണ് നമ്മൾ എസ് ആഡ് ചെയ്യുന്നത്, ബാറ്റിൽസ് റോയൽ.
കോർട്ട് മാർഷ്യൽ. മാർഷ്യൽ കോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? മിലിറ്ററി കോർട്ട്. അതാണ് മാർഷ്യൽ കോർട്ട്. ഇവിടുത്തെ നൗൺ കോർട്ടാണ്. മാർഷ്യൽ എന്നത് അഡ്ജക്റ്റീവ് ആണ്. കോർട്ടിന്റെ കൂടെയാണ് നമ്മൾ എസ് ആഡ് ചെയ്യുന്നത്. കോർട്ട്സ് മാർഷ്യൽ. എഡിറ്റർ ഇൻ ചീഫ്, എഡിറ്റേഴ്സ് ഇൻ ചീഫ്, അതാണ് അതിന്റെ പ്ലൂറൽ ഫോം. പോയറ്റ് ലോറിയേറ്റ്, വളരെ പേരുകേട്ട അതിവിശിഷ്ടനായ പ്രഗത്ഭനായ ഒരു കവി, അതിന്റെ പ്ലൂറൽ ഫോം പോയറ്റ്സ് ലോറിയേറ്റ് ആണ്. നോട്ടറി പബ്ലിക്, നോട്ടറീസ് പബ്ലിക്. മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ. ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ. നോട്ടറി പബ്ലിക്കിന്റെ പ്ലൂറൽ ഫോം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ ഒരു ആ വൈ മാറ്റിയിട്ട് IES ആണ് ആഡ് ചെയ്യുന്നത്. വൈയിൽ അവസാനിക്കുന്ന നൗൺസിന്റെ പ്ലൂറൽ ഫോം പൊതുവേ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വൈ മാറ്റും, പിന്നെ നമ്മൾ IES ആഡ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ പ്ലൂറൽ ഫോംസ് നമ്മൾ നോർമലി നിർമ്മിക്കുന്നത്. ഇങ്ങനെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നൗൺസിന്റെ പ്ലൂറൽ ഫോംസ് എല്ലാം കാണാതെ തന്നെ പഠിച്ചു വെക്കുക. There dash a dozen apples in the basket. ദേറിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണോ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള നൗണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എ ഡസൻ ആപ്പിൾസ്, ഇവിടെ എ കണ്ടതുകൊണ്ട് മാത്രം ഇത് സിംഗുലർ എക്സ്പ്രഷൻ ആണ് എന്ന് കരുതരുത്. എ ഡസൻ ആപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താ? 12 ആപ്പിൾസ് എന്നാണ് അതിനർത്ഥം. ആപ്പിൾ കൗണ്ടബിൾ ആയ ഒരു സാധനമാണ്, എണ്ണാൻ പറ്റുന്ന ഒന്നാണ്, പ്ലൂറൽ ആണത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു പ്ലൂറൽ വെർബാണ്. വാസ് സിംഗുലർ വെർബാണ്, വേറെ പ്ലൂറൽ വെർബാണ്. ഹാസ് അത് പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്, സിംഗുലർ ആണ്. ഹാവ് അത് പ്ലൂറൽ ആണ്, അതും പൊസിഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. നമുക്കിവിടെ പറയേണ്ടത് ആ ബാസ്ക്കറ്റിൽ 1 ഡസൻ ആപ്പിൾസ് ഉണ്ട് എന്നാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദർ ഈസ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ദർ വാസ് എന്നാണ്. ദർ ഈസ്, ദർ ആർ, ദർ വാസ്, ദർ വർ, ഇതെല്ലാമാണ് എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹാസും ഹാവും നമ്മൾ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല. എൻ്റെ കയ്യിൽ 12 ആപ്പിൾ ഉണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഐ ഹാവ് എ ഡസൻ ആപ്പിൾസ് തന്നെയാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ആണ്. പക്ഷെ ദറിന് ശേഷം നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഹാവും ഹാസും അല്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, വാസ്, വർ, ആർ ഇതുപോലുള്ള വേർബ്സ് ആണ്. There were a dozen apples in the basket. ബാസ്ക്കറ്റിൽ 12 ആപ്പിൾസ് ഉണ്ടായിരുന്നു. He is accustomed dash living in the desert. പ്രിപ്പോസിഷൻസിനെ കുറിച്ച് നമുക്ക് അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പറയാൻ സാധിക്കില്ല. കോമൺ ആയ വാക്കുകളുടെ വേർബ്സിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതെല്ലാമാണ്, അഡ്ജക്റ്റീവ്സിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതെല്ലാമാണ്, നൗൺസിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അക്കസ്റ്റംഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ലുക്ക് ഫോർവേഡ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആണ്. യൂസ്ഡ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആണ്. ഇങ്ങനെ പല വാക്കുകൾക്ക് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഹി ഈസ് അക്കസ്റ്റംഡ് ടു ലിവിങ് ഇൻ ദ ഡെസേർട്ട്, അയാൾക്ക് മരുഭൂമിയിൽ താമസിച്ച് പരിചയമാണ്. അക്കസ്റ്റംഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായി പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. കംപ്ലീറ്റ് ദ സിമിലി. ആസ് പുവർ ആസ് ഡാഷ്. ഓപ്ഷൻസ് ചർച്ച് മൈസ് പള്ളിയിലുള്ള എലികൾ, വൈൽഡ് റാബിറ്റ്സ്, നൈറ്റ് ഔൾസ്, സ്ട്രീറ്റ് ഡോഗ്സ്. ഇതിൽ ഏതാണ് കറക്റ്റ്? സിമിലിയുടെ കാര്യത്തിൽ നമുക്ക് റൂൾസ് ഒന്നും പറയാൻ സാധിക്കില്ല. പ്രിപ്പോസിഷൻസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു കൺവെൻഷനാണ്. ചില പ്രത്യേക രീതിയിൽ ചില പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. കോമണായ സിമിലീസും പഠിച്ചിരിക്കുക എന്നത് തന്നെയാണ് ഇതും ആൻസർ ചെയ്യാനുള്ള ഒരു മാർഗം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ചർച്ച് മൈസ് ആണ്. ഇപ്പൊ ഒരു വ്യക്തി ഹീസ് ആസ് പൂർ ആസ് ചർച്ച് മൈസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ് എന്നാണ്. ആസ് പൂർ ആസ് ചർച്ച് മൈസ് അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കോമണായ സിമിലീസ് പഠിച്ചു വയ്ക്കുക. അതല്ലാതെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. വി റയർലി സീ എലഫൻസ് ഇൻ സിറ്റീസ്. നഗരങ്ങളിൽ നമ്മൾ അപൂർവമായി ആനകളെ കാണാറുള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് പോലെ തന്നെ പലർക്കും പേടിയുള്ള ഒന്നാണ് പാസീവ് വോയിസ്. ഇതും അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വി റയർലി സീ എലഫൻസ് ഇൻ സിറ്റീസ്. പാസീവ് വോയിസിന്റെ മെയിൻ റൂൾ എന്താ? ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ വേർഡ് ഓർഡർ എന്താണ്? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ? ആക്റ്റീവ് വോയിസിൽ ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി ഏതോ അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ള സെന്റൻസിന് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സാധിക്കില്ല. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? വി റയർലി സീ എലിഫൻസ് ഇൻ സിറ്റീസ്. സബ്ജക്റ്റ് വി, വെർബ് സി. റയർലി അഡ്വർബാണ്. എന്തിനെയാണ് കാണുന്നത്? എലഫൻസ്, ആനകളെ. അപ്പൊ എലഫൻസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. വെർബിന് ശേഷം ഹും അല്ലെങ്കിൽ വാട്ട് ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്.
നമ്മൾ സിറ്റികളിൽ അപൂർവമായി ആനകളെ കാണാറുള്ളൂ. ഇവിടുത്തെ ഒബ്ജക്റ്റ് എലഫൻസ് ആണ്. ഇനി പാസീവ് വോയിസിലേക്ക് ഇതിനെ മാറ്റുന്ന സമയത്ത് ഈ എലഫൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ ആ സെന്റൻസ് തുടങ്ങാൻ. ആക്റ്റീവ് വോയിസിലുള്ള വെർബിന്റെ ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള വെർബിന്റെ സബ്ജക്റ്റ്. അപ്പൊ എലഫൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. തന്ന സെന്റൻസ് ഏത് ടെൻസിലാണ്? സി, അത് V1 ആണ്. ആ വെർബിന്റെ V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് വോയിസിന്റെ ഫോം ബി പ്ലസ് V3 ആണ്. ബി എന്ന് പറയുമ്പോൾ എന്താ? ഈസ്, ആം, ആർ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ബി എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ബി എന്ന് പറയുമ്പോൾ വാസ്, വർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ഓപ്ഷൻസ് ഓക്സിലറീസിൽ ഈസ്, ആം, ആർ ഈ 3 ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കേണ്ടത്. എലഫൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. എലഫൻസ് ഒരു പ്ലൂറൽ നൗൺ ആണ്. അതിന്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഈസ് ഉപയോഗിക്കോ, ആം ഉപയോഗിക്കോ, ആർ ഉപയോഗിക്കോ? ആർ ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ഈസ് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. എലഫൻസ്, ആർ. പിന്നെ എന്താ വേണ്ടത്? വെർബിന്റെ V3. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് ഫോം എന്ന് പറയുന്നത് ബി പ്ലസ് V3 ആണ്. ബി ഞാൻ പറഞ്ഞല്ലോ, ഈസ്, ആം, ആർ അതിൽ ഏതെങ്കിലും ഒന്നാണ് ബി. പിന്നെ അതിനുശേഷം V3, വെർബിന്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതാണ് ഉപയോഗിക്കേണ്ടത്. സി എന്ന വെർബിന്റെ V3 എന്താണ്? സീൻ, അതാണ് അതിന്റെ V3. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറയാം: എലഫൻസ് ആർ റെയർലി സീൻ ഇൻ സിറ്റീസ്. എലഫൻസ് ആർ റെയർലി സീൻ ഇൻ സിറ്റീസ്. അപ്പൊ തന്ന ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ഓക്സിലറി ഉപയോഗിച്ചിട്ടേ ഇല്ല. പാസീവ് വോയിസിൽ ഓക്സിലറി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. തേർഡ് ഓപ്ഷനിൽ നമ്മൾ വേർ എന്ന വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു പാസീവ് വോയിസ് സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ആയിരിക്കും. ഫോർത്ത് ഓപ്ഷനിൽ നമ്മൾ ആർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ സബ്ജക്റ്റ് ബി ആണ്. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ്. അപ്പൊ നമുക്കിവിടെ ഈ സെന്റൻസ് എലഫൻസ് ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. വി ഉപയോഗിച്ച് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. തന്ന ഓപ്ഷൻസിൽ കറക്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ആണ്. എലഫൻസ് ആർ റെയർലി സീൻ ഇൻ സിറ്റീസ്. അപൂർവമായി ആനകൾ നഗരങ്ങളിൽ കാണപ്പെടുന്നുള്ളൂ. ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി ഐ ഡാഷ് എ സ്കൂൾ ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്, ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിന് ചില പ്രത്യേക റൂൾസ് ഉണ്ട്. ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക വുഡ് പ്ലസ് V1 ആണ്. ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക വിൽ പ്ലസ് V1 ആണ്. വിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ക്യാൻ അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വുഡിന് പകരം നമുക്ക് കുഡ് അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം. ഈഫ് ക്ലോസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെയും വുഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, കുഡോ മൈറ്റോ ആയിരിക്കാം. വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അങ്ങനെയാണ് ഉപയോഗിക്കാം. ഇവിടെ ഈഫ് ക്ലോസ് ഏത് ടെൻസിലാണ്? ഇവിടുത്തെ വെർബ് ഏതാണ്? ഹാഡ്. ഹാഡ് എന്നത് ഏത് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബാണ്? ഹാഡ് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കും, പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഹാഡിന് ശേഷം മറ്റൊരു വെർബിന്റെ V3 ഉണ്ടാവും അവിടെ. ഇവിടെ നമുക്ക് മറ്റു വെർബ്സ് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഒരേ ഒരു വെർബ് ഹാഡ് ആണ്. ഈ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ തന്ന ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ല, സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് അല്ല, തേർഡ് ഓപ്ഷൻ വുഡ് പ്ലസ് V1. ബിൽഡ് എന്നത് V1 ആണ്. അപ്പൊ തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. വുഡ് ഹാവ് ബിൽഡ്. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആണ്, സി ആണ് കറക്റ്റ്. ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി ഐ വുഡ് ബിൽഡ് എ സ്കൂൾ ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. ദ ഫോറിൻ ടേം അഡ്ഹോക് മീൻസ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കോമൺ ആയി ഉപയോഗിക്കുന്ന ലാറ്റിനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഒക്കെ ഇംഗ്ലീഷ് ഒരുപാട് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോഴും നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നതാണ്. പത്രങ്ങളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലും കോമൺ ആയത് നമുക്ക് അറിഞ്ഞിരിക്കണം. അഡ്ഹോക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം. അഡ്ഹോക് കമ്മിറ്റി. അപ്പൊ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എന്താ? എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തീരുമാനിക്കുന്നതിന് വേണ്ടി അപ്പോൾ സംഘടിപ്പിക്കുന്ന ഒരു കമ്മിറ്റി, അതാണ് അഡ്ഹോക് കമ്മിറ്റി. അവർക്ക് മറ്റു ജോലികളൊന്നും അവർക്കില്ല. ഈ ഒരു കാര്യം നോക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. അപ്പൊ തന്ന ഓപ്ഷൻസിൽ ഏതാണ്? ഫോർ ദിസ് സ്പെസിഫിക് പർപ്പസ്, ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, അതാണ് അഡ്ഹോക്. ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിന് ബോണാഫിഡസ് എന്നാണ് പറയാം.
ഇതും ലീഗൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ടു എൻ എക്സസീവ് ഡിഗ്രി, ഇപ്പം നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക, അങ്ങനെ മറ്റുള്ളവർക്ക് അത് വല്ലാതെ മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഡ്നോസിയം. അതും ഒരു ലാറ്റിൻ വേർഡാണ്. എൻലെസ്ലി, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അഡ് ഇൻഫിനിറ്റം. ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ, ഫോർ ദിസ് സ്പെസിഫിക് പർപ്പസ്. ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ബോണാഫിഡസ്, പൂർണ്ണമായ വിശ്വാസത്തോടെ, പറയുന്നത് സത്യമാണ് എന്ന വിശ്വാസത്തോടെ എല്ലാം എന്നർത്ഥം. അഡ്നോസിയം, നമുക്ക് മടുപ്പുളവാക്കുന്ന അത്രയും തവണ ആവർത്തിക്കപ്പെടുക, അതാണ് അഡ്നോസിയം. എൻലെസ്ലി, അഡ് ഇൻഫിനിറ്റം. കോമൺ ആയ വേർഡ്സ് ലാറ്റിനിൽ നിന്നായാലും ഫ്രഞ്ചിൽ നിന്നായാലും ഇംഗ്ലീഷ് കടമെടുത്തിട്ടുള്ള ഇതുപോലുള്ള കോമൺ പ്രയോഗങ്ങൾ പഠിച്ചിരിക്കുക. നോബഡി വാസ് ദർ, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾ എന്താണ്? തന്ന സെന്റൻസ് അഫർമേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കും. തന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഒരു അഫർമേറ്റീവ് ടാഗ് ആയിരിക്കും. ഇവിടെ തന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ അഫർമേറ്റീവ് ആണോ? നോബഡി എന്നതൊരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ അതിനുശേഷം നോട്ടിന്റെ ആവശ്യമില്ല. നോബഡി, നൺ, നത്തിങ്, നോ, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം ആ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന്. പിന്നെ അതിനുശേഷം വേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗ് ആണ്. നെഗറ്റീവ് ടാഗ് അല്ല ഉപയോഗിക്കുന്നത്. നോബഡി, എനിബഡി, സംബഡി, ഇതിനെല്ലാം സൂചിപ്പിക്കാനായി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രനൗൺ ദേ ആണ്. നോബഡി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കില്ല, ദേ ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദേ ഒരു പ്ലൂറൽ പ്രനൗൺ ആണ്, അല്ലെ? നോബഡി വാസ് ദർ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു സിംഗുലർ വെർബാണ്. കാരണം നോബഡിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ നോബഡിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രനൗൺ ദേ ആണ്. ദേ പ്ലൂറലുമാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന്റെ കൂടെ നമുക്ക് വാസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ദേയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വേർ ആണ്. ടെൻസ് മാറ്റരുത് ക്വസ്റ്റ്യൻ ടാഗിൽ. നോബഡി വാസ് ദർ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ക്വസ്റ്റ്യൻ ടാഗും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയായിരിക്കണം. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വാസും വേറുമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ വാസ്, എനിബഡി, അത് കറക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോബഡി, സംബഡി, എനിബഡി, ഇതിനെല്ലാം റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദേ എന്ന പ്രനൗൺ ആണ്. വാസ് ഇറ്റ്, അതും കറക്റ്റ് അല്ല. വേർ ദേ, അത് കറക്റ്റ് ആണ്. തന്ന ഓക്സിലറി വാസ് അല്ലേ, അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ടാഗിലും വാസ് തന്നെ ഉപയോഗിക്കണ്ടേ എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. അങ്ങനെയില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രനൗൺ അതേതോ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഓക്സിലറി വേണം നമ്മൾ ഉപയോഗിക്കാൻ. ദേ പ്ലൂറൽ ആയത് കാരണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് വേർ ആണ്. വേറിൻ്റെ, അത് കറക്റ്റ് അല്ല. വേറിൻ്റെ ഒരു നെഗറ്റീവ് ടാഗ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നെഗറ്റീവ് ആണ്. പിന്നെ നമുക്ക് അതിന് ശേഷം വേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗ് ആണ്. അതായത് നെഗറ്റീവ് അല്ലാത്ത ഒരു ടാഗ് ആണ് വേണ്ടത്. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്, സി ആണ്. നോബഡി വാസ് ദർ, വേർ ദേ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിലെ ഇംഗ്ലീഷ് പാർട്ടിൽ വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.